ഈ പുള്ളിയുടെ നിർമ്മിത ബുദ്ധിയിലാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോന് പോയതാണ് കണ്ണൂര്. അന്ന് നമുക്ക് വാഹനമൊന്നുമില്ല, KSRTC ആണ് നമ്മുടെ ശരണം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ഷോ കഴിഞ്ഞ് ഇവനെ ഞാൻ സീറ്റിൽ നമ്മൾ ടവലൊക്കെ ഇട്ട് ഇങ്ങനെ ബുക്ക് ചെയ്യുമല്ലോ സീറ്റ്, അതുപോലെ അല്ല എപ്പോഴും ഈ ടിനി സീറ്റ് പിടിക്കാൻ ഉപയോഗിക്കുന്ന അജിനെന്ന് പറഞ്ഞു പക്രുവിനെ കൊണ്ട് അവിടെ വെക്കും. പ്രോപ്പർട്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ വെക്കും. പണ്ട് ടവലൊക്കെ ആയിരുന്നു ആൾക്കാർ വെക്കുന്നത് അല്ലേ? ഇത് ഭയങ്കര സംഭവമായി. അത് അവൾക്ക് വെച്ചിട്ട് ഞാൻ പുറത്തൊരു ചായ കുടിക്കാൻ വേണ്ടി പോകാനാണ്. അപ്പൊ ഇവന് വെച്ചിട്ട് തിരിച്ചു വെച്ചു. അപ്പൊ തിരിച്ചു വരുമ്പോ എനിക്ക് അവിടെ ഇരിക്കാം, ഇവനെ എന്നെ മടിയിലിരുത്താം. പക്ഷെ ഞാൻ വെച്ചിട്ട് തിരിച്ച് ചായ കുടിച്ച് തിരിച്ചു വരുമ്പോ ഇവനെ കാണാനില്ല. അവിടെ വേറൊരു ടവൽ വെച്ചേക്കാം, ഇവരെടുത്ത് മാറ്റിയേക്കാണ് അവിടെ. അങ്ങോട്ട് കളഞ്ഞു. ആ ഫ്രണ്ടിൽ നിൽക്കണ ഞാൻ നോക്കിയപ്പോ ആളെ പിടിച്ച് മാറ്റിയതാ. അപ്പൊ ആ മാറ്റിയാളെ ഞാൻ നോക്കിയപ്പോ അവിടെ നിൽക്കാണ്, പുള്ളി വന്ന് ഇരിക്കാൻ പോണു. അപ്പൊ പുള്ളിയുടെ കഴുത്തിൽ ഞാൻ കയറി പിടിച്ചിട്ട് എന്ത് തെണ്ടിത്തരോട് കാണിക്കണമെന്ന് ചോദിച്ചു. ഇങ്ങനെയുള്ള ഒരാളെ പിടിച്ചു. അന്ന് വികാര വിക്ഷോഭനായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് ഭയങ്കര മോശം. അല്ല മാപ്പ് എന്ന് പറയണ്ടല്ലോ, പുള്ളി ചെയ്തേക്കണ തെറ്റാണല്ലോ. പുള്ളി മാപ്പ പറഞ്ഞു നമ്മുടെ അടുത്ത്. പുള്ളി പറഞ്ഞ് നീയാ തെറ്റ് ചെയ്ത്, ഇവിടെ ആദ്യം ടൗലിട്ട ഞാനാ, അതിനെ നീ എന്തിനാ നിന്റെ സാധനം ഇടാൻ പോയത് എന്നെ? ആദ്യം ടൗലിട്ടത് ഞാനാ, ആദ്യം ടൗലിട്ട് പിന്നെ നീ എന്തിനാ നിന്റെ സാധനം എടുത്ത്? ഞാൻ സാധനോ ഞാനോ? അല്ല ഇതുപോലെ തന്നെ പനമ്പള്ളി നാറിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇത് ഒരു വണ്ടീനെ കയറ്റി, നമ്മളൊരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബസ് അങ്ങ് ഇടിച്ചങ്ങ് കയറ്റി ഫ്രണ്ടില്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, തിരിച്ച് എന്റെ കാർ ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറ്റി. ഇവൻ പുറത്തിറങ്ങി ചീത്ത പറയാൻ തുടങ്ങി. പക്ഷെ ഇവൻ ചീത്ത പറയാൻ അവർ ചിരിച്ച് സംഭവം തമാശയായിട്ട് വിരിഞ്ഞുപോയി. അന്ന് ഞാൻ നിർത്തിയ ചീത്ത വിളിച്ച് എറിക്കത്തില്ലല്ലേ? ചീത്തയല്ല, ദേഷ്യപ്പെട്ടു. കാരണം വണ്ടിയുടെ ബോണറ്റ് ബസിന്റെ അടിയില. അത്രയും എങ്ങനെയാ ബക്രൂന്റെ പെർഫോമൻസ് ഒന്ന് ഓർമ്മിച്ചാൽ? അങ്ങനെ വണ്ടി കിടക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. ഞാൻ ഈ കയ്യൊക്കെ എടുത്ത് ഇങ്ങനെ അന്ന് ഇങ്ങനെ കാണിച്ചിരിക്കും. അല്ല ആ കാലത്ത് ഇങ്ങനെയൊക്കെ കാണിച്ച ചിരിക്കുവല്ലേ. ഞാൻ പറഞ്ഞറിയോ, ഇത് വലിയ സംഭവം ഇതുപോലൊക്കെ ഇതുണ്ടെങ്കിൽ അടിച്ചതിനെ ശരിയായി കളയും. അപ്പൊ അവര് കേട്ടോ എന്നൊക്കെ പറഞ്ഞു തകർത്തേക്കണം. അങ്ങനെ പറഞ്ഞാൽ അവര് കൂടുതൽ ചിരിക്കും. അതിനുള്ളൂ. സൂപ്പർ കാർ ഉണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞില്ല, അത് പെട്ടെന്നുണ്ടായതല്ലേ. നമ്മള് ട്രാൻസ്പോർട്ട് ബസ്സിലും അതൊക്കെ മോശമാണെന്നല്ലോ. എത്ര കാലം ട്രാൻസ്പോർട്ട് ബസ്സിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? അല്ല അന്ന് ഞങ്ങൾ ഈ കറന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് തസ്നീഖാനും സീനത്തേച്ചി ആക്ടേഴ്സ് പുറത്തുനിന്ന് പറഞ്ഞ് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാർ പ്രാർത്ഥിച്ചു. കാരണം അത്രയും നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മളിപ്പോ സാറ് പറയുന്ന എൻജോയ് ചെയ്യുന്ന കഷ്ടപ്പാടാ നമുക്ക് അലക്കി വേണ്ടിട്ട്. ഉമ്മ ഭയങ്കര കരച്ചിലായിരുന്നു, ഞാനത് കണ്ടു സത്യം പറഞ്ഞ. ഈ മക്കളെ ഈ എന്താ വെച്ചാൽ അങ്ങോട്ട് ഞങ്ങള് പ്രോഗ്രാമിന് 10 അംബാസഡർ കാറിന്റെ അകമ്പടിയിലാ പോയത്. പ്രോഗ്രാമിന് കയ്യൊക്കെ പിടിക്കാനൊക്കെ ആൾക്കാര്. അതേ ഞങ്ങള് 12 മണിയായപ്പോ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുക, കൊതുകടിയൊക്കെ കൊണ്ട് ഇങ്ങനെ ഈച്ചയൊക്കെ അടിച്ച്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഞങ്ങളവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഇവർക്ക് വണ്ടിയിൽ പോകാനൊരു മടി. അപ്പൊ ഞങ്ങളെ കൂട്ട് കയറ്റി വിടാൻ വേണ്ടി അവര് കാത്തിക്കുക. ആ സമയത്ത് ഇങ്ങനെ ഇടിച്ച് തള്ളി തിരക്കി എന്നെയൊക്കെ എടുത്ത് വെച്ചൊക്കെ. അപ്പം ഉമ്മച്ചിക്ക് ഒരു സങ്കടം വന്നിട്ട് ഉമ്മ കരയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു കാർ ഉണ്ടാകണേ പടച്ചോനെ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത്. അപ്പൊ അതൊക്കെ പിന്നീട് ഇപ്പൊ പറഞ്ഞ പോലെ സൂപ്പർ കാറൊക്കെ ആയിട്ടില്ലേ. പിന്നെ ഒരു പരാതി ഉണ്ടല്ലോ ടിനി, അതിപ്പോ ടിനിക്കെതിരെ ടാങ്ക് വെക്കുകയാണോ, അല്ല പക്രൂനെ കൊണ്ടുവിടുന്നത് മുതലെടുക്കുകയാണ് എന്നൊരു പരാതി കുറെ കാലമായി ഏറെടുക്കുന്നുണ്ട്. കാര്യം വാങ്ങിച്ച കാശൊക്കെ തരുവോ പ്രോഗ്രാമൊക്കെ പോയി കഴിഞ്ഞാൽ? അല്ല തിരിച്ച് ഇതേപോലെ തന്നെ അല്ലേ തിരിച്ചും എനിക്കും ഗുണം ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ രണ്ടുപേര് തമ്മിലുള്ള ഒരു കോമ്പിനേഷനില് ഒരു ഷോയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ ഹിറ്റ് ആവുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് മേടിക്കും. കൃത്യമായിട്ട് വീതിക്കും. ചിലപ്പോ കുറച്ച് കൂടുതൽ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഏത് സമയത്തും ഞങ്ങളൊരു പ്രോഗ്രാം എടുത്താൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാവും. ആ കാലത്ത് ഞാൻ തമിഴ് പടത്തിന്റെ ഒക്കെ സെറ്റിൽ നിന്ന് മുരുകദോസ് സാറിനോടൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ടിനി ടോമിന്റെ പ്രോഗ്രാം ഉണ്ട് എനിക്ക് പോണെന്ന് പറഞ്ഞു. അദ്ദേഹം വിചാരിച്ചതോ വലിയ ആളുടെ. പക്ഷെ അത് ടിനി ടോമിന്റെ പ്രോഗ്രാം ഉണ്ട്, ഞങ്ങൾ ഒന്നിച്ചെടുത്തിരിക്കുന്ന ഷോ ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അല്ല സാറിന് ഈ ഇന്നത്തെ പരിപാടിയിൽ അങ്ങനെ ഈക്വൽ ആയിട്ട് തരാനാണ് എനിക്ക് കുറച്ച് കൂടുതൽ പൈസ ബക്രൂന് കൊടുക്കാന്നാണ് ഇരിക്കുന്നത് അല്ലേ? ബക്രൂനിലെ പൈസക്ക് അത്യാവശ്യമുള്ളത്. സാർ ടാർഗറ്റ് ചെയ്ത് നോക്കുന്നതാണെങ്കിൽ ഈ ടിനി ഒരു പരിഭവം പറഞ്ഞെന്ന് പറഞ്ഞു, എന്റെ സ്വന്തം മകനെ പോലും ഞാൻ ഇത്രയും കൂടുതൽ എടുത്തുകൊണ്ട് നടന്നിട്ടില്ല. ഇല്ലേ? അതൊരു ഗിന്നസ് വേൾഡ് അഭിമാനം. അതിന്റെ 2 കാര്യങ്ങളുണ്ട് സാറേ. ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തിട്ടുണ്ട്. കാരണം ഇദ്ദേഹം അല്ല നല്ല സ്പീഡിൽ നടക്കുന്ന ഒരാളാ. അപ്പൊ ഇദ്ദേഹത്തിനൊപ്പം എത്തണമെങ്കിൽ പാടായിരിക്കും. നിന്നെ എടുക്കാം എന്ന് പറഞ്ഞ് എടുത്തിട്ട് ഒരൊറ്റ നടപ്പല്ലേ. ഈ ടിനിക്ക് അത്യാവശ്യം ഉയരം ഉണ്ടല്ലേ? അത്യാവശ്യം കൂടുതലോ? ബോഡി ഷേവിംഗ്
ബോഡി ഷേമിങ് ബോഡി ഷേമിങ്. ഓക്കെ. അല്ല എനിക്ക് തോന്നുന്ന ഒരു 6 അടി 4 ഇഞ്ചൊക്കെ വരും. 6 അടി ഒന്നേ ഉള്ളൂ. അല്ല ഈ ഉയരമുള്ള മനുഷ്യരോട് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വലിയ താല്പര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. ഫാൻ ബലം എങ്ങനെയാണ്? താല്പര്യം ഇവിടെ എന്നോട് വാത്സല്യമായിരുന്നു ആ കാലത്ത്. ആണോ? എങ്ങനെ ടിനി ആരാധികമാരൊക്കെ ഉണ്ടോ? അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വന്നിട്ടില്ല. എനിക്ക് എന്നേലൊക്കെ ആൾക്കുള്ള ആളിതാ. ആരാ കൂടുതൽ അടുപ്പമുള്ളവർ? കുട്ടികളാണോ? അതിന്റെ പിന്നിലുള്ളൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അത്ഭുത ദ്വീപ് തന്നെയായിരിക്കും. ആയിരിക്കും അല്ലേ? കാരണം എനിക്ക് തോന്നുന്ന കുട്ടികളെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുള്ളൊരു ഒരു മൂവിയാണ്. ഒരുപാട് തലമുറകൾ, എനിക്ക് തോന്നുന്നു 2-3 തലമുറയൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഈ ചാനലിൽ വീണ്ടും വീണ്ടും വരുമ്പോഴൊക്കെ സാറ് ഏഷ്യാനെറ്റിലേക്ക് ഇരിക്കുന്ന സമയത്താണ് ഇത് എടുത്തെന്ന് തോന്നുന്നു ദ്വീപ്. ആ സമയത്ത് തൊട്ടിട്ട് ചാനൽ ഇങ്ങനെ റിപ്പീറ്റ് ടെലികാസ്റ്റ് വരുമ്പോൾ അതിനൊക്കെ ഒരു വ്യൂ വരികയാണ്. പിന്നീട് നമ്മളിപ്പോൾ സ്കൂളുകളിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആയിട്ട് ചെല്ലുന്ന സമയത്തും ഇതിന്റെ ഒരു എഫക്റ്റ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു പ്രത്യേക താല്പര്യമുള്ളതായിട്ട് എനിക്ക് സാധ്യതയുണ്ട്.